ഇന്നത്തെ നമ്മുടെ വർക്ക് ഇതാ ഈ ഒരു കേക്കാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു കേക്ക് ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കുമാണ് ഇന്നിപ്പം എൻ്റെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ആഗ്രഹം അങ്ങ് സാധിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ മോന് വേണ്ടി ഫസ്റ്റായിട്ട് ഈ ഒരു കേക്ക് അങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ സ്പോഞ്ചെല്ലാം നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 1 kgയും 1/2 kg ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ ബാറ്റർ തയ്യാറാക്കിയിട്ട് കേക്ക് രണ്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ താഴത്തെ ആ ഒരു ലെയറാണ് നമ്മുടെ 1 kg. അപ്പം ഇതിൻ്റെ ബേസ് വന്നിട്ട് വലിയൊരു ബേസാണ്. അപ്പം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ബേസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അതെടുത്തിട്ട് ഞാൻ സെൻറ്റർ ഭാഗം കേക്ക് മുറിച്ച് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ട്രൈൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പം ഇത് വയ്ക്കുന്നത് നമ്മുടെ മറ്റേ ഷോർട്ട്സ് മുട്ടായി ഉണ്ടല്ലോ, ആ ഒരു മുട്ടായാണ്. അപ്പം അത് നമ്മുടെ ഈ ഒരു കല്ലിൻ്റെ ആ ഒരിത് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. അപ്പോൾ അതിനായിട്ടാണ് ഞാനിങ്ങനെ വയ്ക്കുന്നത്. പിന്നെ സൈഡിൽ ഫുള്ളായിട്ട് നമ്മുടെ ഗ്രാസിൻ്റെ ആ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ കരുതി താഴത്തെ ആ ഒരു കേക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ കളറിൽ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കളറാക്കി കുട്ടികൾക്ക് കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഗ്രാസ് മാത്രമേ അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്ട്രോ ആണ്. അപ്പം സ്ട്രോ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള സ്ട്രോ വേണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് താഴോട്ടായി പോവും. അപ്പം സ്ട്രോ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുഴപ്പമില്ല, നല്ലൊരു സെറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുകളിലത്തെ 1/2 kg കേക്കും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ ഞാൻ ചെറിയൊരു ബ്ലൂ കളർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ചെറുതായിട്ട് മാത്രം. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഗ്രാസ് നോസിലുണ്ട് അവിടെയായിട്ട് ആ ഒരു ഗ്രാസ് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. നമ്മൾ കുറച്ച് ആനിമൽസ് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഈ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ആനിമൽസ് നിൽക്കുമല്ലോ, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെയായിട്ട് ഇങ്ങനെ ആ ഒരു ഗ്രാസ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് തന്നെ ആ ഒരു ഷോർട്ട്സ് മുട്ടായും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആനിമൽസ് കുട്ടന്മാരെ ഓരോന്നായിട്ട് പറക്കി ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ബട്ടർഫ്ലൈ അതും കൂടെ ആ ഒരു നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയായിട്ട് അതും കൂടെ അങ്ങ് വെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ ട്രൈൻ. അപ്പം ട്രൈനും കൂടെ വെച്ച് നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിങ് വർക്കിലോട്ട് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷേ ആകെയുള്ളൊരു വിഷമം എന്ന് പറയണത് ഈ ട്രെയിന് ഓടാൻ പറ്റത്തില്ല കേട്ടോ. കാരണം വേറൊന്നുമില്ല, ട്രെയിൻ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ മോൻ അതിനെടുത്ത് കളിച്ച് നശിപ്പിച്ചായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികളല്ലേ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ. പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓടാത്ത ട്രെയിനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.